നമ്മുടെ ആദ്യത്തെ ചാപ്റ്റർ എന്ന് പറയുന്നത് ഇൻട്രൊഡക്ഷനാണ്. നമുക്ക് സി പ്രോഗ്രാമിങ്ങിനെ കുറിച്ച് അറിഞ്ഞിരിക്കേണ്ട വളരെ അത്യാവശ്യമായ കാര്യങ്ങൾ മാത്രമേ നമ്മൾ ഇൻട്രൊഡക്ഷനിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. സോ നമുക്കതൊന്ന് പെട്ടെന്ന് നോക്കാം. സോ സി പ്രോഗ്രാമിംഗ് ഡെവലപ്പ് ചെയ്തത് ടെന്നീസ് റിച്ചി എന്ന് പറയുന്ന ഒരു അമേരിക്കൻ കമ്പ്യൂട്ടർ സയൻറ്റിസ്റ്റാണ്. 1972 ഇത് ഡെവലപ്പ് ചെയ്തത്. ഇത് മെയിൻലി ഡെവലപ്പ് ചെയ്തത് യുണിക്സ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഡെവലപ്പ് ചെയ്യുന്നതിനാണ്. ശേഷം ഇത് വളരെ പോപ്പുലർ ആവുകയായിരുന്നു. രണ്ടാമത് സി പ്രോഗ്രാമിങ്ങിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇതൊരു പ്രൊസീജിയറൽ ലാംഗ്വേജ് ആണ്. സോ ഇത് എക്സിക്യൂട്ട് ചെയ്യുന്നത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടാണ്. അതുപോലെ സി പ്രോഗ്രാമിംഗ് എന്ന് പറയുന്നത് ഒരു ജനറൽ പർപ്പസ് ലാംഗ്വേജ് ആണ്. സോ നമുക്കിതൊരു പ്രത്യേക പർപ്പസിന് മാത്രമല്ല ഒരുപാട് ആവശ്യങ്ങൾക്ക് വേണ്ടി നമുക്കിത് ഉപയോഗിക്കാം. ഉദാഹരണമായി ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഡെവലപ്പ് ചെയ്യുന്നതിന് ഉപയോഗിക്കാം. അതുപോലെ തന്നെ എംബഡഡ് സിസ്റ്റത്തിൽ ഉപയോഗിക്കാം. ഉദാഹരണം നമ്മുടെ മൈക്രോ കൺട്രോളേഴ്സ് പ്രോഗ്രാം ചെയ്യുന്നതിന് ഉപയോഗിക്കാം. അതുപോലെ നമുക്ക് ഡാറ്റാബേസുകൾ ക്രിയേറ്റ് ചെയ്യുന്നതിന് ഉപയോഗിക്കാം. അതുപോലെ നമുക്ക് കമ്പൈലറുകൾ ഡെവലപ്പ് ചെയ്യുന്നതിന് ഉപയോഗിക്കാം. അതുപോലെ നമ്മുടെ ഡിവൈസ് ഡ്രൈവേഴ്സ് ക്രിയേറ്റ് ചെയ്യുന്നതിന് ഉപയോഗിക്കാം. ഉദാഹരണമായി നമ്മുടെ ഒരു പ്രിൻ്റർ ഡ്രൈവർ തുടങ്ങിയവയെല്ലാം ക്രിയേറ്റ് ചെയ്യുന്നതിനും മറ്റു പല കാര്യങ്ങൾക്കും നമുക്ക് ഈ സി പ്രോഗ്രാമിംഗ് ഉപയോഗിക്കാം. അതുപോലെ സി പ്രോഗ്രാമിംഗ് എന്ന് പറയുന്നത് നമ്മൾ ഇന്നിപ്പോൾ കാണുന്ന ഫേമസ് ആയിട്ടുള്ള വളരെ പോപ്പുലർ ആയിട്ടുള്ള എല്ലാ പ്രോഗ്രാമിംഗ് ലാംഗ്വേജുകളുടെയും ഒരു ബേസിക് ഫൗണ്ടേഷനാണ് സി പ്രോഗ്രാമിംഗ് എന്ന് പറയുന്നത്. ഉദാഹരണമായി C++, C#, ജാവ, അതുപോലെ തന്നെ ജാവ സ്ക്രിപ്റ്റ്, പൈത്തോൺ തുടങ്ങിയവയെല്ലാം നമ്മുടെ സി പ്രോഗ്രാമിങ്ങിൻ്റെ ഒരു സ്റ്റൈലാണ് ഫോളോ ചെയ്യുന്നത്. സോ അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു സി പ്രോഗ്രാമിംഗ് പഠിച്ചു കഴിഞ്ഞാൽ ബാക്കി എല്ലാ കാണുന്ന പ്രോഗ്രാമുകളും നമുക്ക് വളരെ ഈസിയായി പഠിക്കാൻ സാധിക്കുന്നതാണ്.